അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഡൽഹി പോയപ്പോൾ സരോജിനി മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായി. അവിടെ നിന്ന് ഭയങ്കര വിലക്കുറവിൽ, ഭയങ്കര ചീപ്പ് റേറ്റിൽ, അതായത് നമ്മുടെ ഇവിടുത്തെ നാട്ടിൽ കിട്ടുന്നതിൻ്റെ പകുതിയിൽ നമുക്ക് അവിടെ നിന്ന് ഡ്രസ്സ്, അതേപോലെ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന പ്ലേസാണ് സരോജിനി മാർക്കറ്റ്. അവിടെ പോയിട്ട് ഞങ്ങൾ അത്യാവശ്യം കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ഹോൾ വീഡിയോയാണ്. വീഡിയോ ലെങ്ത് ആക്കാണ്ട് മാക്സിമം നോക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് അവിടെ നിന്ന് വാങ്ങിച്ച 50, 20, 100 അത്രയും റേറ്റിൻ്റെ ബനിയൻസൊക്കെയാണ്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഹുഡിയാണ്. ഇത് വെറും 50 രൂപയുള്ളൂ. നല്ല ക്വാളിറ്റി ഉണ്ട്. അതുമാത്രമല്ല, ഇത് നല്ല നമുക്കിവിടെ 500 വില വരുന്നുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ. ഇത് വെറും 50 രൂപയുള്ളൂ. ഇത് ഞാൻ ഓഫക്കാർക്ക് വേണ്ടി എടുത്തതാണ്. പിന്നെ ഇങ്ങനത്തെ ബനിയൻസില്ലേ 5 സ്ലീവിൻ്റെ, ഇതൊക്കെ ഒരു 20 രൂപയുള്ളൂ. പിന്നെ ഞാൻ ഇട്ടേക്കണത് ഇത് ബീവിൻ്റെ, ഇതൊക്കെ 20 രൂപ റേറ്റ് വരുന്നുള്ളൂ. ബനിയനൊക്കെ 30, 50 അങ്ങനത്തെ റേറ്റൊക്കെ വരുന്നുള്ളൂ. പിന്നെ എൻ്റെ ബ്രദറിന് വാങ്ങിച്ചതാണ്. ഇതും എൻ്റെ ബ്രദറിന് വാങ്ങിച്ചതാണ്. ഇതിന് വൈറ്റിന് 50 രൂപയാണ്, 30 രൂപ എന്തോ ആണ്. ഇതിൻ്റെ റേറ്റ് എനിക്ക് അത്ര വരുന്നില്ല. ഇങ്ങനത്തെ ഒരു വൈറ്റ് ഷർട്ട്, ഇത് 5 സ്ലീവ് കൈ വരുന്നതാണ്. ഇങ്ങനത്തെ ഒരു ചങ്ങല പോലത്തെ ഹാൻഡ്സ് വരുന്ന ആനിമൽ പ്രിന്റ് ഡ്രസ്. ഇത് 30, 50 എന്തോളൂ. ഇത് കുറേ വാങ്ങിച്ചുകൊണ്ടാണ് റേറ്റ്. പക്ഷേ 100ൻ്റെ അപ്പുറത്തേക്ക് ഇതൊന്നും പോയിട്ടില്ല. മാക്സിമം ഒരു 50 വരെ. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതൊക്കെ തിരഞ്ഞെടുത്തതാണ്. അവിടെ ഇങ്ങനെ ഫിക്സഡ് പ്രൈസെന്ന് മാത്രം എഴുതി വെച്ചിരുന്നിടത്ത് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് എത്ര വരെയും വേണമെങ്കിലും ബാർഗെയിൻ ചെയ്യാം. കാരണം അവർ നമ്മുടെ പുറകിൽ വരും. ഇത്ര റേറ്റ് നമ്മൾ പറഞ്ഞാൽ ആദ്യം സമ്മതിക്കില്ല. പിന്നെ നമ്മൾ അത് വേണ്ടാന്ന് പറഞ്ഞ് അതവിടെ വെച്ചിട്ട് പോയാൽ അവർ നമ്മുടെ ബാക്കിൽ വരും. 20 രൂപക്ക് തരാം അങ്ങനത്തെ ഇതിൽ വരും. ഇതിന് 100 രൂപ എന്തോ ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതേപോലെ തന്നെ ഇതൊക്കെ ഞാൻ ഇന്നർ പോലെ ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇതിനും 50 എന്തോ. ബ്ലാക്കിന് 100 നല്ല വെയിറ്റ് ഉണ്ട്. ഇതും 50 രൂപ എന്തോ ഉള്ളൂ. പിന്നെ അതേ ടീഷർട്ട് ലാസ്റ്റ് എടുത്തത് ഇതിന് 20 രൂപയുള്ളൂ. എക്സ്പെൻസ് പറഞ്ഞൊരു ജാക്കറ്റാണിത്. ഇതിന് 1200 അവർ പറഞ്ഞത്. 1200 പറഞ്ഞ സാധനം 200 രൂപയ്ക്ക് എന്തോ കിട്ടി നമുക്ക്. ഇത് ഒറിജിനലാണിത്, ഒറിജിനൽ ബ്രാൻഡിൻ്റെ ക്ലോത്ത്സോ. ഇതിന് ഓഫക്കാർക്ക് എടുത്തതാണ്. ഇത് നല്ല സോളി ജാക്കറ്റ്. ജാക്കറ്റാണ് ഡ്രസ്സിൽ ഞങ്ങൾ എടുത്തത്. മാക്സിമം ഡ്രസ്സ് ഫസ്റ്റ് ആണ്, കാരണം ഡ്രസ്സാണ് കുറേ എടുത്തിരിക്കുന്നത്. ഇതിലാണ് ഓൾമോസ്റ്റ് എല്ലാം 30, 20 രൂപക്ക് കിട്ടിയ ഡ്രസ്സാണ്. ഇതെല്ലാം എനിക്ക് എടുത്തതാണ്. ഇതൊക്കെ കെട്ടി വലിച്ചു കൊണ്ടുതന്നെ ഒരു പാട്. ഇത് ഓൾമോസ്റ്റ് 30 വരെയൊക്കെ റേറ്റ് ഉള്ളൂ കേട്ടോ. ഇതവിടെ ഇട്ട് വിൽക്കുന്നതാണ്. നമ്മൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങില്ല. ഫിക്സഡ് പ്രൈസിന് മാക്സിമം നമ്മൾ ആകെ ജാക്കറ്റും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഇതൊക്കെ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം നല്ല പൊടി ഉണ്ടാവും.
ഇങ്ങനത്തെ ഒരു ലോ ടോപ്പ്. ഇതിന് 30 രൂപ ഉള്ളൂ. പിന്നെ നമുക്ക് ഇന്നർ ഉള്ളിൽ ഇട്ടിട്ട് ഇത് പുറമേ ഇടാൻ പറ്റുമോ ടൈപ്പ്. ഇതൊക്കെ 20 രൂപ. ഇതൊക്കെ ഞാൻ തിരിച്ചു മറിച്ചിട്ടത് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഇട്ട് നോക്കിയായിരുന്നു. എനിക്ക് ടൈറ്റായിട്ടുള്ളതാണ്. അതായത് റൂമിൽ വന്നിട്ട് ഇത് ഷൂട്ട് ചെയ്യണത് നാട്ടിലെത്തിയിട്ടാണ്. നമ്മൾ ഡൽഹിയിൽ നിന്നൊക്കെ വന്നതിൻ്റെ തലേ ദിവസമാണ് വന്നതിൻ്റെ പിറ്റത്തെ ദിവസമാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ജസ്റ്റ് അവിടെ നിന്ന് റൂമിൽ ഇട്ട് നോക്കിയാണ്. നല്ല രസമുണ്ട്. ഇതിന് 30 രൂപ ഉള്ളു. ഇതിനൊരു ഡാമേജും ഇല്ല കേട്ടോ. എല്ലാം ഞാൻ നോക്കിയതാണ്. പിന്നെ ചിലതിലൊക്കെ മാത്രമേ ഇത്തിരി എന്താ പറയുക ഡേർട്ട് പോലുള്ളൂ. അതാണ് നമ്മൾ വാഷ് ചെയ്താൽ പോകുന്ന ഡേർട്ട്സാണ്. വേറെ ഡാമേജുകളൊന്നുമില്ല. ഇതിന് 20 ഉള്ളൂ. ഇതിന് 20 രൂപ ഉള്ളൂ. പെട്ടെന്ന് കാണിക്കാം. ഇതിന് 30 തോന്നുന്നു. ഇതിന് 30 റേറ്റ്. പിന്നെ ഇത് ഞാൻ 150 കൊടുത്ത് വാങ്ങിച്ചത്. കാരണം ഇത് അവിടെ അങ്ങനെ ഇട്ട് വെക്കുന്നതായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഫിക്സ്ഡ് പ്രൈസിൽ എഴുതി വെച്ചിരുന്ന ഷോപ്പിൽ വാങ്ങിച്ചുള്ളത്. എനിക്കവിടെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിതൊരു 150, അത് 300 ആണ് പറഞ്ഞത്. നല്ല ലോങ് ടോപ്പാണ്. ഞാൻ 150ക്ക് വാങ്ങിച്ചതാണ്. പിന്നെ ഇതിന് 20 രൂപയാണ്. ഇതാണ് ഡ്രസ്സ്. പിന്നെ ഡ്രസ്സ് ജീൻസാണ് എടുത്തത്. ജീൻസ് ഞാൻ മാക്സിമം ലാസ്റ്റ് കാണിക്കാം. കാരണം ഞാനെടുത്ത ജീൻസൊക്കെ നല്ല ടൈറ്റായിപ്പോയി. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിൻ്റെ ട്രെയിൻ ഞങ്ങൾക്ക് 6 മണിക്കാണെങ്കിൽ ഞങ്ങൾ 5 മണിക്കാണ് സരോജിനി കയറിയത്. അതുകൊണ്ട് പെട്ടെന്നാണ് പർച്ചേസ് ചെയ്തത്. ചില ജീൻസൊക്കെ ഭയങ്കര ടൈറ്റായിപ്പോയി. അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പോൾ ജീൻസ് ഞാൻ ലാസ്റ്റ് കാണിക്കാം. പിന്നെ നമ്മൾ ഇങ്ങനെ മീഷോന്നൊക്കെ നമുക്ക് 350-400 രൂപക്ക് കിട്ടുന്ന ബാഗ്സൊക്കെ ഞാൻ വെറും 150-120 ഓൾമോസ്റ്റ് ആ റേറ്റിലൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ 4 ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ബ്ലാക്ക് ഇതിന് 120 ഉള്ളൂ. ഇത് ഞാൻ മീഷോയിൽ റേറ്റ് നോക്കിയപ്പോൾ 350 ഡിപ്പെൻഡ് വന്നു. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ് വാങ്ങിച്ചത്. പിന്നെ ഇങ്ങനത്തെ ഒരു വൈറ്റിലൊക്കെ കളറുണ്ട്. പിന്നെ അതിൻ്റെ ഞാൻ കുറച്ച് സെയിമാണ്, കളർ ചേഞ്ചിങ് ആണ്. ബ്രൗൺ ഇതുമാണ് എടുത്തത്. ബാഗൊക്കെ നല്ല കുറേ കളക്ഷൻ ഉണ്ട്. ബാഗൊക്കെ ഞാൻ தெரியாതെ കയ്യിൽ കിട്ടിയതാണ് ഇതൊക്കെ എടുത്തത്. ഒന്നും നോക്കാണ്ടാണ് എടുത്തത്. കാരണം അത്രയും ടൈമും ഉണ്ടായിരുന്നില്ല. പിന്നെ എടുത്തത് ഇങ്ങനത്തെ ഒരു കളറിൻ്റെ ബാഗാണ്. അല്ലെങ്കിൽ സൈഡിൽ ഇങ്ങനെ ബെൽറ്റ് പോലെ. അപ്പോൾ ബാഗ് ഇത്ര എടുത്തോളൂ. പിന്നെ എടുത്തതെന്ന് വെച്ചാൽ ഷൂസാണ്. ഇതിനാണ് എനിക്കെടുത്തതാണ്. ഈ ഷൂവിനൊക്കെ വെറും 200 ഉള്ളൂ. ഷൂവിനാണ് വെച്ചിട്ടുണ്ടെങ്കിലും ഇതുള്ളത്. ഞാൻ 200 രൂപക്ക് പർച്ചേസ് ചെയ്തത് ഷൂവാണ്. ഇത് ഞാൻ എനിക്ക് വാങ്ങിച്ചത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിൽ 1000 രൂപേൻ്റെ മുതലാണ്. ഇതൊക്കെ കോപ്പിയാണ്, ഒറിജിനൽ അല്ല. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കോപ്പിയാണ് വരുന്നത് അവിടെ. പിന്നെ എടുത്തത് ഇങ്ങനത്തെ ഒരു ബ്ലാക്കാണ്. ഇത് ഞാൻ എൻ്റെ ബ്രദറിനാണ്. ഷൂ ഒരു 3 എടുത്തിട്ടുണ്ട്. ഇതാണ് അവനിക്കെടുത്ത ഷൂ. പിന്നെ ഒരു ഷൂ കൂടി ഉണ്ട്. ഇത് ഡൽഹിയിൽ നിന്ന് അവിടെ പോയിട്ടതാണ്. ഇത് ഞാൻ ഓഫക്കാർക്ക് എടുത്തതാണ്. ഷൂ ഒക്കെ കുറേ കളക്ഷൻ ഉണ്ട്. നമുക്ക് അവിടെ പോയാൽ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയിപ്പോകും. പിന്നെ എനിക്ക് അധികം ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ കൈ കിട്ടിയ 3 എടുത്തു.
ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അവിടെ നിന്ന് വാങ്ങിക്കഴിയുമ്പോൾ ചെറിയ രീതിക്കൊക്കെ ഒരു, അതായത് അവിടെ ഇട്ട് വെക്കുമല്ലോ, അപ്പോൾ ഡേർട്സ് ഉണ്ടാവും. അത് നമ്മൾ തുടയ്ക്കുകയോ അല്ലെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്താൽ ആ ഡേർട്സൊക്കെ പോകും. അത്രയും ഡാമേജൊക്കെ വരുന്നുള്ളൂ ഷൂസിന്. പിന്നെ അവിടെ നല്ല ഭയങ്കര ചീപ്പ് റേറ്റിൽ ഒരു 6 ജോഡി ചെരുപ്പ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എടുത്തല്ല, ഇത് ഒരു ബ്ലാക്ക് കളറിൽ. ഇതിന് വരുന്നത് 100 രൂപ എന്തോ ഉള്ളൂ, 100 രൂപ ഉള്ളൂ ഇതിന്. ചെരുപ്പിന് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ 50 ബാർഗെയിൻ ചെയ്യാൻ നോക്കി, പക്ഷെ അവിടെ ഫിക്സഡ് പ്രൈസ് ആയിരുന്നു, ഇട്ട് വെക്കുന്നതായിരുന്നില്ല. ഇത് ഞാൻ എൻ്റെ മമ്മിക്ക് എടുത്തതാണ്, അങ്ങനത്തെ ബ്ലാക്കും. ഇതിന് 50 റുപ്യ ഉള്ളൂ. ഈ സ്ലൈഡിന് ഇങ്ങനെ നല്ല സ്റ്റൈൽ. പിന്നെ ബ്ലാക്കിൻ്റെ തന്നെ കളർ ചേഞ്ച് ഒരു ബ്രൗൺ കളറാണ് എടുത്തത്. നഫ്കാക്കാനും ഉമ്മാക്കാണ്. ഇതിന് 100 റുപ്യാണ്. പിന്നെ സിസ്റ്ററിന്, നഫ്കാക്കാൻ്റെ സിസ്റ്ററിനെ എടുത്ത് അവിടെ ഓൾമോസ്റ്റ് ഫാൻസി പോലത്തെ ചപ്പൽസിനൊക്കെയാണ് 100 അങ്ങനത്തെ റേറ്റ് വരുന്നത്. ഇതിനും ഓൾമോസ്റ്റ് 100 റുപ്യ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും. പിന്നെ ഇങ്ങനത്തെ മെറ്റീരിയലിന് വരുന്നതാണ് ഞാൻ പറഞ്ഞ 50 റുപ്പീസ് ഉള്ളത്. ആ സ്ലൈഡിനും ഇതേ ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇത് 50 റുപ്പീസ് ഉള്ളൂ. ഇതൊരു ഗ്രേ കളർ. അപ്പോൾ ഇത്രയാണ് ചെപ്പൽസ് എടുത്തത്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അവിടെ എൻ്റെ ഒരു ഇതിന് പറ്റിയതൊന്നും കണ്ടില്ല. ഒന്നാമത് ടൈമും ഉണ്ടായില്ല, അപ്പോൾ തിരയാനായിട്ട് അധികം നിന്നില്ല. അപ്പോൾ കിട്ടിയത് എടുത്തേണ്ട ഇങ്ങോട്ട് പോകും. അപ്പോൾ ചെരുപ്പിൻ്റെ ആവശ്യം ഇത്രയുള്ളൂ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഐഷാഡോ പാലറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ നിന്ന് കെട്ടിപ്പോയിന്ന് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ക്രാക്ക് വീണിട്ടുണ്ട്. വേറെ ഡാമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ ചെറിയൊരു വശപ്പറ്റി എല്ലാവരും ഡാമേജ് ഇല്ല. ഇതിന് 120 രൂപ ഉള്ളൂ. ഇവിടെ നമ്മുടെ അവിടെ 800 സംതിങ് എന്തോ ഉണ്ട് ഈ പാലറ്റിന്. ഞാനിതിൻ്റെ ചെറുത് വാങ്ങിച്ചത് തന്നെ ഓൾമോസ്റ്റ് 500 എന്തോ ആയിരുന്നു. ഇത് വെറും 120 130 എന്തോ ഉള്ളൂ. സ്പെക്സാണ് 2 4 5 ടൈപ്പ് സ്പെക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഇങ്ങനത്തെ മോഡല്, ഇതാണ് എടുത്തത്. ഇതെടുത്തതാണ്. പിന്നെ ഒരെണ്ണം എടുത്തത്, ഇത് നൗഫക്കാക്ക് എടുത്തതാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് പറയാട്ടോ. പിന്നെ ഒരെണ്ണം നോർമൽ പോലത്തെ ഒരെണ്ണം ഞാൻ റൗണ്ടാന്ന് നോക്കിയപ്പോൾ റൗണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനത്തെ ഒരു സ്ക്വയർ ഷേപ്പുള്ള. പിന്നെ എന്ത് ബ്ലാക്ക് സ്പെക്സ്. ഇത് ഞാൻ അവിടെ കൊണ്ടുവന്നപ്പോൾ എല്ലാത്തിനെയും കൂടി ഇട്ടിട്ട് പൊടി എന്തോ പിടിച്ചിട്ട് ഇങ്ങനത്തെ ബ്ലാക്കാണ്. ഇതിന് ഓഫറായിട്ട് ഇതാണ് എൻ്റെ എല്ലാത്തിനും ആകെ പൊടി പിടിച്ചിട്ട്. സ്പെക്സ് ഇത്രയാണ് എടുത്തത്. 1 2 3 4 5. ഇത് 5 വാങ്ങിക്കഴിഞ്ഞിട്ട് എല്ലാത്തിനും കൂടി ഒരു റേറ്റാണ് എടുത്തത്. എല്ലാം കൂടി ഒരു 450 എന്തോ ആയിട്ടുണ്ട്. സ്പെക്സിന് മാത്രം 450 എല്ലാത്തിനും കൂടി ആയത്. ഇതൊക്കെ ഫിക്സഡ് പ്രൈസ് ഉള്ള സ്ഥലത്തിന്. കാരണം ഇതൊന്നും ഇവിടെ അങ്ങനെ വിൽക്കുന്നില്ല, എല്ലാം ഫിക്സഡ് പ്രൈസാണ്. 450. പിന്നെ അവിടെ നിന്ന് ആ കടയിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ ഒരു വാച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. 130 എന്തോ ഉള്ളു. പിന്നെ ടൈറ്റാൻ്റെ മോഡൽ വാച്ച്. ഇത് ഒറിജിനലാണ്. ഇത് ഞങ്ങൾ ആ മാർക്കറ്റിനുള്ളിൽ കയറിയപ്പോൾ തന്നെ രണ്ട് ഭായിമാർ പുറകെ നടന്ന് ഇതും പിന്നെ കുറച്ച് ഇലക്ട്രോണിക്സിൻ്റെ ഐറ്റംസ്, ആപ്പിളിൻ്റെ അഡാപ്റ്റർ, പിന്നെ ആപ്പിളിൻ്റെ വാച്ച്, ഇതൊക്കെ പെട്ടിയായിരുന്നു കേട്ടോ. പെട്ടി സൈഡ് പുറകെയാണ്. കുറേ ഒഴിവാക്കാൻ നോക്കി. ഇതിന് 300 സംതിങ് എന്തോ റേറ്റോ ഒറിജിനൽ റേറ്റ് ഉണ്ട്. ഇതയാളെ 800 രൂപയാണ് ആദ്യം പറഞ്ഞത്. ഞാൻ പുറകെ നടന്ന് കുറേ പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. ലാസ്റ്റ് ഞാനൊരു റേറ്റ് പറഞ്ഞ് 200. അയാൾ ആദ്യം സമ്മതിച്ചില്ല. പിന്നെ എടുക്കൂലെന്ന് മനസ്സിലായപ്പോൾ ഇത് 200 തന്നു. ഇതിന് 300 സംതിങ് എന്തോ റേറ്റ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ അഡാപ്റ്റർ, ഇത് 5000 സംതിങ് എന്തോ അഡാപ്റ്ററാണ്. ഇത് 500 വാങ്ങിച്ചത്. നല്ല പെട്ടെന്ന് ഫാസ്റ്റ് ചാർജ് ഇറങ്ങുന്നത് ഫാസ്റ്റ്. പിന്നെ
ഇത് കണ്ടൊരു ക്രാക്ക് എടുക്കുന്നത് നൗഫക്കാക്ക കൈ കെട്ടിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നിലത്ത് വീണപ്പോൾ ചെറിയൊരു പൊട്ടൽ വരും, ചാർജ് ഇല്ലെങ്കിൽ. ഇതും ആപ്പിളിൻ്റെ വാച്ചാണ്. ഇത് 500 ഞാൻ വാങ്ങിച്ചത്. അങ്ങനത്തെ കുറേ. പിന്നെ ഇങ്ങനത്തെ സൈഡ് ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായത് ഞാൻ അവിടെ യൂസ് ചെയ്ത് ഡാമേജ് വന്നിട്ടുണ്ട്. ഇത് 50 രൂപ ഉള്ളൂ ഇങ്ങനത്തെ ബാഗ്. ഇങ്ങനത്തെയൊക്കെ കുറേ കളക്ഷൻ ഉണ്ട്, പക്ഷേ ഞാൻ അധികവും മനസ്സിലായി. കാരണം കണ്ട ഇതധികം യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പെയിൻറ്റ് പോകും. പിന്നെ ഞാൻ അവിടെ നിന്ന് എൻ്റെ കാർഡും ക്യാഷൊക്കെ വെക്കാൻ വേണ്ടി തൽക്കാലം വാങ്ങിച്ചതാണ്. പിന്നെ കുറച്ച് ഞാൻ ഓർണമെൻറ്റ്സ് എന്ന് പറയാനായിട്ട് വളരെ കുറച്ച് വാങ്ങിച്ചുള്ളൂ. കാരണം ഞാൻ അധികം ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യാത്ത ആളാണ്. അതുകൊണ്ട് പിന്നെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി വാങ്ങിച്ച കുറച്ച് ഓർണമെൻറ്റ്സ് ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. ഫസ്റ്റ് വാങ്ങിച്ചത് ഇങ്ങനത്തെ 2 ബാംഗിൾസാണ്. ഇതിന് 20 രൂപ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു ബ്ലാക്ക്, ഇതിന് 30 ബ്ലാക്കിന് 30, ഗോൾഡിന് 20 റുപ്യ ഉള്ളൂ. ഇത് 2 വാങ്ങിച്ച്. പിന്നെ ഇങ്ങനത്തെ റിംഗ് ടൈപ്പ്, ഇത് 10 രൂപ ഉള്ളൂ. ഇതിന് 30 റുപ്യ ഉള്ളൂ. നമ്മുടെ അവിടെ ഇതിന് അത്യാവശ്യം നല്ല റേറ്റുള്ള ചെയിനാണ്, ഡെസേർട്ടാണ്. ഇത് വൈറ്റ് വാങ്ങി ബ്ലാക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് തപ്പിപ്പോയി. ഇത് എന്തെങ്കിലും ചെയ്ത് വെക്കണം. ബ്ലാക്ക് കിട്ടും വാങ്ങിച്ചു. പിന്നെ ഇങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റ് ഇത് ഞാൻ ഗോവയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് സരോജിനിന്നല്ല, ഇത് ഗോവയിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി. ഇത് 30 രൂപ. പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ചെറിയ ടൈപ്പ് ഇയറിങ്സില്ലേ, ഇത് 10 രൂപ. പിന്നെ വാങ്ങിച്ചത് ഒരു ഫെദർ ടൈപ്പ് വരുന്ന ടൈപ്പിൻ്റെ ഇയറിങ്സാണ്. ഇതിനും 10 രൂപ ഉള്ളൂ. എത്ര നല്ല റേറ്റ് ഉള്ളൂ. ഇതിൻ്റെ കളർ ഉണ്ടായിരുന്നു, കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബ്ലാക്ക് നമുക്ക് എല്ലാത്തിനും കൂടി ചെയ്തിട്ട് പിന്നെ ഞാൻ ബ്ലാക്കാണ് എടുത്തത്. പിന്നെ ജലദോഷമുണ്ട്. പിന്നെ ഇങ്ങനത്തെ റിബൺ, ഇത് ഒരെണ്ണം കൂടി ഉണ്ട്, ബ്ലാക്കും കൂടി ഉണ്ട്. അത് ഇതിൻ്റെ ഇടയിൽ പെട്ട് കിടക്കാണ്. ഇതിന് 5 രൂപ ഉള്ളൂ. ഇങ്ങനത്തെ ക്ലിപ്പില്ലേ, ഇത് 2 വാങ്ങിച്ചത് 10 രൂപയാണ്. ഇതൊക്കെ ഗോവയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് ഇത്രയൊന്നും കുറഞ്ഞില്ല, 5 റുപ്യ 10 റുപ്യ എന്തോ ഉള്ളൂ. ഇതൊക്കെ ഗോവയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഗോവയിൽ നിന്ന് അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ വാങ്ങിച്ചതാണ് കുറേ അധികം മോതിരം, റിങ്സ്. എനിക്ക് അങ്ങനെ ഇല്ല, അതൊക്കെ കുറേ വാങ്ങിച്ച്. ഇതിങ്ങനെ പാക്കറ്റിലായിരുന്നു. നല്ല പിൻട്രസ്റ്റി മോഡൽ റിങ്സ് ഉണ്ട്. ഞാൻ പൊട്ടിച്ചാണിച്ചത്. ഇതാണ് റിങ്സ് വാങ്ങിച്ചത്. ഇതിങ്ങനെ ഒരു പാക്കേജ് വൈസ് ആയിരുന്നു. എല്ലാം നല്ല രസമുള്ള റിങ്സാണ്. ഇത് നമുക്ക് ബ്രേസ്ലെറ്റ്, ഇത് ഞാൻ എൻ്റെ പ്രധാനം വാങ്ങിച്ചതാണ്. ഇത് മാഗ്നറ്റിൻ്റെ ആണ്. ഇത് 15 രൂപ ഉള്ളൂ. പിന്നെ റിങ്സ് 100 രൂപയാണ്. ഇത്രയും 100 രൂപയാണ് ഇത്രയും റിങ്സിനാണ്. 100 രൂപക്ക് ഭയങ്കര ലാഭം. എല്ലാം നല്ല ആൻറ്റിക്യൂ മോഡലാണ്. പിന്നെ ഓർണമെൻറ്റ്സ് ഞാൻ പിന്നെ വേറെ അധികം മനസ്സിലാക്കാൻ കാണിച്ചോളൂ. പിന്നെ ഈ ഒരു ബാഗ്, ഇത് ഞാൻ സരോജിനിയിൽ നിന്ന് വാങ്ങിച്ചതല്ല, ഇത് ഗോവയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ അവിടെ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് 500 ആയി. കാരണം ഗോവയിൽ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ചീപ്പായിട്ടുള്ളതും ഉണ്ട്. പിന്നെ ഇത് ഹാൻഡ് മെയ്ഡാണ്. നല്ല രസമുള്ള ഒരു ബാഗ്, ഹാൻഡ് മെയ്ഡാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലും വാങ്ങിച്ചത്. 500 ഉണ്ട്. പിന്നെ 2 ടീഷർട്ട് ഞാൻ അവിടെ ഇട്ടുകൊണ്ടിട്ട് വാഷ് ചെയ്യാനിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ നല്ല ടൈപ്പാണ്. ഞാൻ വാഷ് ചെയ്യാനിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ ഇടുമ്പോൾ ഞാൻ. പിന്നെ ബേബി ഡ്രസ്സിൽ, പിന്നെ നൗഫക്കാക്കാൻ സിസ്റ്ററിൻ്റെ മക്കൾക്ക് കൊടുത്ത ഡ്രസ്സാണ്. ഇത് ഷോപ്പിൽ നിന്ന് എടുത്തത്, സരോജിനി തന്നെ ഉള്ള ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. ഇത് പാൻറ്റും വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. ഇതെൻ്റെ ചെറിയ പ്രധാനപ്പെട്ടതാണ്. പാൻറ്റും ബിന്നിയും. ഇതും സിസ്റ്ററിൻ്റെ രണ്ടാമത്തെ വീട്ടിലാണ്. പാൻറ്റ് ബിന്നിയും എൻ്റെ സിസ്റ്ററിന് എടുത്തതാണ്. കുറച്ച് വലുതായിരിക്കും. പിന്നെ അവിടെ അങ്ങനെ കറക്റ്റ് സൈസായിട്ടുള്ളതൊന്നും ഇല്ല. ഞാൻ കുറച്ച് വലിയ ടൈപ്പ് എടുത്തു. 2 പാൻറ്റിന് ഇതിന്
അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ട്. ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ടാണ് റേറ്റ്. ഇത് എല്ലാം കൂടി 400 രൂപ. കുറച്ച് ടീഷർട്ടും ജീൻസൊക്കെ വാഷ് ചെയ്യാൻ ഇട്ടേക്കണാണ്. ഇപ്പോൾ ഉള്ളത് ഞാൻ കാണിക്കാം. ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് പാൻറ്, ഇതും ഇട്ടതാണ്, ഇതും വാഷ് ചെയ്യാനുള്ളതാണ്. പിന്നെ വീഡിയോയിൽ കാണിക്കണ്ടേ. ഇതിന് 50 രൂപ ഉള്ളൂ ഈ ബാഗി പാൻറ്റിന്. ഇതൊക്കെ അവിടെ ഇട്ട് വെക്കുന്നതാണ്. ഇത് നരച്ചിട്ടൊന്നുമില്ല കേട്ടോ. വീഡിയോയിൽ ഭയങ്കര ഒരു ഗ്രെയിൻസ് പോലെ. ഫുൾ ബ്ലാക്കാണ്, നല്ല ബ്ലാക്കാണ്. വീഡിയോയിൽ ആ ഒരു ക്ലാരിറ്റി ഇല്ല. പിന്നെ എനിക്കെടുത്തതാണ്. ഇതൊക്കെ 50 രൂപ ഉള്ളൂ. ബാഗിയാണ്. ഇത് റൂമിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം പരന്നെടുക്കുന്നുണ്ട്. അപ്പോൾ ജീൻസ് അവിടെ തന്നെ തപ്പിയെടുക്കണം. ഓക്കെ, ജീൻസ് ഈ ഒരു ജീൻസൊക്കെ എനിക്ക് ഭയങ്കര ടൈറ്റായിപ്പോയി. കാരണം ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞില്ലേ, വാരി എടുത്തതാണ്. ഇതൊക്കെ 50 രൂപ ഉള്ളൂ. ഒന്നാമത് ടൈമും കുറവായിരുന്നു. സ്ക്രാച്ച് 8 ജീൻസ് എന്തോ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് കഴിഞ്ഞിട്ടത് റോമർ മുകളിൽ ഡ്രസ്സ്. അവിടെ ഫിക്സഡ് പ്രൈസിന് കാണിച്ചത് 200 ആയി. ഇത് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റോമർ സ്കേർട്ട് മുതലാണ്, പാൻറ്റാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇടുന്ന ടൈപ്പ് ഇന്നർ ബനിയൻ. ഇത് രണ്ടും കൂടിയാണ് 200 ആയത്. ഭയങ്കര ലാഭം. ഇത് രണ്ടും കൂടിയാണ് വരുന്നത്. ഇതേപോലത്തെ തന്നെ വേറെ ഒരെണ്ണവും കൂടി എടുത്തിട്ടുണ്ട്. ഈ ഇങ്ങനത്തെ ടൈപ്പ് റോമർ. ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് മോഡലാണ്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബനിയന് ഇതാണ്. ഇതിൻ്റെ ബനിയന് ഇതാണ്. ഇതിൽ നല്ല നല്ല രീതിക്ക് ഡേർട്സ് ഉണ്ട്. കണ്ടോ, ഇതിന് വാഷ് ചെയ്യാണ്ട് ഇടാൻ പറ്റുന്നില്ല. ഇതിന് ഞാനവിടെ ഇട്ട്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വാഷ് ചെയ്താൽ പോകുന്ന ഡേർട്സാണ്. ഇതിനും 200, ഇതിന് 200 ആയിരുന്നു. ഇതിന് 100 എന്തോ ആയുള്ളൂ. ഇത് ജീൻസിൻ്റെ മോഡലല്ലേ. ഇപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് 2 എടുത്ത് ഇങ്ങനത്തെ ബനിയാണ്. 20 രൂപ. പിന്നെ ഇങ്ങനത്തൊരു ട്രാക്ക് പാൻറ് പോലത്തെ പാൻറ്, ഇതിന് 50 റുപ്പീസ്. പിന്നെ എൻ്റെ ഡാഡിന് 2 ടീഷർട്ട് എടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ ഡാഡി ഇടുന്ന പോലത്തെ ടൈപ്പൊന്നും അതില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു 2 ഷർട്ട് എടുത്തു. ഇത് ഞാൻ നേരത്തെ കാണിച്ച ഷർട്ട്സും എല്ലാം കൂടി കാണിച്ചതാണ്. ഇങ്ങനത്തെ 2 ടൈപ്പ് തന്നെ എടുത്തു. ഓൾമോസ്റ്റ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കാണിച്ചത്. പിന്നെ ഉള്ളതൊക്കെ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഇടുമ്പോൾ ഞാൻ കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സരോജിനി ഷോപ്പിംഗ് അവസാനിച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനിയും ഇതേപോലത്തെ നല്ല വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ.